ഭരണകൂടം നടത്തിയ മാവോയിസ്റ്റ് കൂട്ടക്കൊലകളുടെ പേരിലായിരുന്നു സമീപകാലത്ത് മാൽക്കാൻഗിരി വാർത്തകളിൽ നിറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ വിനാശകരമായി മാൽക്കാൻഗിരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ കൂട്ടക്കൊലയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന മാരക വൈറസ് എങ്ങനെയാണ് മാൽക്കാൻഗിരിയിലെ ആദിവാസി കുട്ടികളെ കൊന്നൊടുക്കുന്നതെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആ കൂട്ടക്കൊലക്ക് അനുകൂലമായ സാഹചര്യം എങ്ങനെയാണ് ഒരുക്കിയതെന്നും പരിശോധിക്കുകയാണ് ട്രൂത്ത് ഇൻസൈറ്റ്. മാൽക്കാൻഗിരി ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 14 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഫാൽക്കോണ്ട എന്ന ഈ ഗ്രാമത്തിലെത്താം. ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന മാരക വൈറസ് ഇവിടുത്തെ 10 കുട്ടികളുടെ ജീവനുകളെയാണ് കൊണ്ടുപോയത്. ഇത്രയും ഗുരുതരമായ രോഗം കുഞ്ഞു ജീവിതങ്ങളെ കവർന്നെടുക്കുമ്പോൾ അധികാരികൾ എത്രമാത്രം നിഷ്ക്രിയമായിരുന്നു എന്ന് തെളിയിക്കാൻ ഇവിടുത്തെ ആളുകളുടെ അനുഭവങ്ങൾ ധാരാളം. 3.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ മകൻ ജുല്ലി മരിച്ചത് എന്ത് രോഗം ബാധിച്ചാണെന്ന് പോലും ദേവക്കോ ഭാര്യ ഷമോരിക്കോ അറിയില്ല. മകന് എന്ത് പറ്റിയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഷമോരിക്ക് കരച്ചിൽ മാത്രമായിരുന്നു മറുപടി. ഒരു ഛർദിയിൽ തുടങ്ങിയതായിരുന്നു. അടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു. മരുന്ന് വാങ്ങി തിരിച്ചു വന്നു. 2 ദിവസത്തേക്ക് അല്പം ഭേദമുണ്ടായിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങി. ഒപ്പം കഠിനമായ പനിയും. നഗരത്തിലുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കുട്ടിയെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. എന്താണ് രോഗമെന്നോ മകന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നതിനെക്കുറിച്ചോ ഒരു വിവരവും 2 ദിവസത്തേക്ക് ഇരുവർക്കും ലഭിച്ചില്ല. ഒരു ദിവസം രാവിലെ ആശുപത്രി അധികാരികൾ അറിയിച്ചു, കുഞ്ഞു മരിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ಅವ್ರಿಗೆ ಈಗ ಮನೆ ಅಲ್ಲಿ ಒಂದು ಮನೆ ನಾನು ಪುತ್ತಾನೆ ಕೆತ್ತ ಅಷ್ಟು ಇಡ್ಮೇಲೆ ಹೊತ್ತ ಮೀ ಕೆತ್ತ ഊർത്ത മീക്ക ബാടിക മന്ദ ആ മെഡിക്കൽ ഓത്തിട്ട് മിക്ക മൽക്കാൻഗിരി ഓത്തിട്ട് മിക്ക മാൽക്കാൻഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയ ഉടനെ ICUവിലേക്ക് മാറ്റി. അവിടെ 2 ദിവസമാണ് കിടന്നത്. ഇതിനിടെ കുട്ടിയെ കാണാൻ കഴിഞ്ഞത് ഒരു തവണ മാത്രം. എന്താണ് രോഗമെന്നോ എന്ത് ചികിത്സയാണ് മകന് നൽകുന്നതെന്നോ ഒന്നും അറിയിച്ചില്ല. ചോദിച്ചിട്ടും പറഞ്ഞില്ല. ಅಬ್ಬರ ಮೆಡಿಕಲ್ದವರು ಹೊಸ ಮತ್ತೆ ಬಾರಿ ರೂಮ್ದ ವಾಟಿ ಮತ್ತೆ ಜೋ ಮತ್ತೆ ഡോടെ ബത്തിഞ്ചോ മത്തേറുഞ്ചോ മത്ത. ഒരു ദിവസം രാവിലെ ആശുപത്രിക്കാർ അറിയിച്ചു കുഞ്ഞു മരിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന്. കഴിഞ്ഞ നവംബർ 25-നാണ് മകൻ മരിച്ചത്. മകനെ കൊന്നതാണെന്നും
ആശുപത്രി അധികാരികളും സർക്കാരുമാണ് അതിന് ഉത്തരവാദികളെന്നും ഇവർ പറയുന്നു. ICUവിൽ കിടത്തിയതല്ലാതെ നല്ല ചികിത്സ മകന് കിട്ടിയില്ലെന്നും പണമുണ്ടെങ്കിൽ മികച്ച ചികിത്സ തരാമെന്നും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കുമെന്നും ഒരു ഡോക്ടർ പറഞ്ഞതായും ഷമോരി ആരോപിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ ഒരാൾ പോയി. അവൻ മരിച്ചതല്ല. ആശുപത്രിക്കാരും സർക്കാരും ചേർന്ന് കൊന്നതാണ്. എന്റെ മകന് നല്ല ചികിത്സ കിട്ടിയില്ല. ഡോക്ടർമാർ അവഗണിക്കുകയായിരുന്നു. പണം തന്നാൽ നല്ല ചികിത്സ തരാമെന്ന് വരെ ആശുപത്രിയിലെ ഒരാൾ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാൽക്കാൻഗിരിയിൽ ഇതേ സാഹചര്യത്തിൽ മരിച്ച ആദ്യ കുട്ടിയല്ല ദേവയുടെയും ഷമോറിയുടേതും. നവംബർ 25 വരെയുള്ള സർക്കാർ കണക്ക് പ്രകാരം മാത്രം 126 കുട്ടികൾ ഇതുപോലെ മരിച്ചിട്ടുണ്ട്. അനൌദ്യോഗിക കണക്ക് പ്രകാരം മരണസംഖ്യ 300-ന് മുകളിലാണ്. ഇത് കേവല മരണമല്ലെന്നും ഭരണകൂടം നടത്തിയ ഹത്യകളാണെന്നും മനസ്സിലാക്കാൻ വേറെയും ചില അനുഭവങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഫാൽക്കോണ്ട ഗ്രാമത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഗ്രാമമാണ് കൊയ്മറ്റ്ല. ഇവിടെ 6 കുട്ടികൾക്കാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ ജീവൻ നഷ്ടമായത്. അതിലൊരാൾ മൂകാമാടി എന്ന ഈ 35-കാരന്റെ 2 വയസ്സുള്ള മൂത്ത മകന്റേതാണ്. പനിയും ഛർദിയുമാണ് ആദ്യം വന്നത്. നിർത്താതെയുള്ള ഛർദി. ഇവിടെ അടുത്ത് കലിമലയിലുള്ള ബ്ലോക്ക് ആശുപത്രിയിലേക്ക് പോയി. അവിടെ രാവിലെ 11 മണിയോടെയാണ് എത്തിയത്. പക്ഷേ ഡോക്ടർ ഇല്ലായിരുന്നു. വേറെ വഴിയില്ലാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കിൽ കാണിച്ചു. ചില മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. ഛർദി നിന്നു. പക്ഷേ രാത്രി ആയതോടെ പനി കഠിനമായി. അപ്പോൾ തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു. 45 കിലോമീറ്റർ അകലെയുള്ള മാൽക്കാൻഗിരി ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ കയ്യിൽ പണമില്ലായിരുന്നു. ബസ്സിനാണെങ്കിലും ചുരുങ്ങിയത് 100 രൂപയെങ്കിലും പോയി വരാൻ വേണം. ആ ദിവസം കലിമല ബ്ലോക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് മാതാവ് ദേവി പറയുന്നു. ഒക്ടോബർ 7-നായിരുന്നു ഈ കുട്ടിയുടെ മരണം. സെപ്റ്റംബർ 13-നായിരുന്നു ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ബാധിച്ചുള്ള ഈ വർഷത്തെ ആദ്യത്തെ മരണം മാൽക്കാൻഗിരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 20-ലേറെ കുട്ടികൾ വൈറസ് ബാധിച്ച് മരിച്ചതായി സർക്കാർ രേഖകളിൽ തന്നെയുണ്ട്. എന്നിട്ടും രോഗബാധിത മേഖലയിലെ ഒരേയൊരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കോടാപ്പൊടിയാമിയും ഭാര്യ രമയും മക്കളും ഇരിക്കുന്നുണ്ട്. മാൽക്കാൻഗിരിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടും മതിയായ ചികിത്സ കിട്ടാത്തതിന്റെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത്. അതിലിവർക്ക് നഷ്ടമായത് 3 വയസ്സുള്ള മകൻ വിക്രമിനെ. कोसापड़ामी गाँ कोयमेटला पंचायत आमर पिला बहुत जमी 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 बंदा रखी. പനിയോടെയായിരുന്നു തുടക്കം. ആദ്യം കലിമലയിലെ ബ്ലോക്ക് ആശുപത്രിയിൽ പോയി ഡോക്ടർ പരിശോധിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. മരുന്ന് വാങ്ങി തിരിച്ചു പോന്നു. പനി മാറി, പകരം ഛർദി ആരംഭിച്ചു. പിന്നെ കുഞ്ഞ് സംസാരിക്കാതെയായി. വീണ്ടും കലിമല ആശുപത്രിയിലേക്ക് പോയി. ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. രക്തം ടെസ്റ്റ് ചെയ്യാൻ ആശുപത്രിയിൽ സംവിധാനമില്ലായിരുന്നു. അതിനാൽ രക്തസാമ്പിൾ മാൽക്കാൻഗിരിയിലേക്ക് അയച്ചു. പിറ്റേ ദിവസം അവിടെ നിന്ന് മാൽക്കാൻഗിരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ 3 ദിവസം കിടന്നു. ബെഡില്ലാത്തതിനാൽ നിലത്ത് കിടത്തിയായിരുന്നു ചികിത്സ. गवर्नमेंट गाड़ी कौन मिलो ना बोल कूटी मिलबो बाहर गाड़ी बुकिंग करके जा बोल कोइला मैं से भीतर हमको पैसा पत्र ना. നല്ല ചികിത്സ കിട്ടണമെങ്കിൽ 300 കിലോമീറ്ററുകൾക്കപ്പുറം ബൊറംപൂരിലുള്ള സ്വകാര്യ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഒരു കുട്ടിക്ക് 3000 രൂപ ചിലവ് വരും. അത്രയും പണം അടക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ കുട്ടിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ലായിരുന്നു. സ്വന്തമായി ടാക്സി പിടിച്ചു പോകാനുള്ള പണവുമില്ല.
एट्रु आउरे तांके एम्बुलेंस रु छाड़ी देला मालकानगिरी രാവിലെ 5 മണി മുതൽ ആംബുലൻസിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആംബുലൻസ് എത്തിയത് വൈകിട്ട് 3 മണിക്ക്. രാത്രി 2 മണിക്കാണ് ബറംപൂരിലെ ആശുപത്രിയിലെത്തിയത്. ഡോക്ടർ പരിശോധിച്ച് മരുന്ന് നൽകിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടായിരുന്നു. 2 രാത്രി അവിടെ കിടന്ന ശേഷം കുഞ്ഞു മരിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുവരാൻ ആംബുലൻസ് തന്നില്ല. ഇത് സർക്കാർ ആശുപത്രി അല്ലെന്നായിരുന്നു പ്രതികരണം. അങ്ങനെ ഓട്ടോ പിടിച്ചാണ് 350 കിലോമീറ്റർ ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് മകന്റെ മൃതദേഹം കൊണ്ടുവന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇയാളുടെ ഇളയ സഹോദരൻ സുക്ര പടിയാമിയും ഭാര്യയുമുണ്ട്. ഇവർക്ക് നഷ്ടമായത് 4 വയസ്സുള്ള മകൻ ബാപ്പിയെ മരണത്തിലേക്ക് നയിച്ചതും അധികാരികളുടെ ക്രൂരമായ അവഗണനയും കെടുകാര്യസ്ഥിതിയുമല്ലാതെ മറ്റൊന്നുമല്ല. ठीक नहीं पा रहा है, डॉक्टर के पास लेके गए बस से, तब 10 बज गया। जब डॉक्टर के पास ले गया बेसी ज़्यादा बुखार आ गया, अब क्या करो बोल रहा है हम लोग. ഛർദിയും പനിയും തന്നെയായിരുന്നു ആദ്യം വന്നത്. കലിമലയിൽ കാണിച്ചിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. സംസാരശേഷിയും നഷ്ടമായി. എന്താണ് അസുഖമെന്ന് കലിമല ബ്ലോക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞില്ല. അവസാനം മൽക്കാൻഗിരിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ബറംപൂരിലേക്ക് പോകാൻ പറഞ്ഞു. അതിനുള്ള പണം ഇല്ലെന്ന് പറഞ്ഞിട്ടും ആശുപത്രിക്കാർ കേട്ടില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ബറംപൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ദിവസമേ കിടന്നുള്ളൂ. അപ്പോഴേക്കും മരിച്ചു. ഇതൊക്കെ മാൽക്കാൻഗിരിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ ഏതാനും ചിലരുടെ അനുഭവങ്ങൾ മാത്രം. സർക്കാർ കണക്കടിസ്ഥാനമാക്കിയാൽ തന്നെ ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന വൈറസ് ബാധയിൽ മരിച്ച 126 കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് ഇതോ ഇതിനേക്കാൾ ഗുരുതരമായതോ ആയ അനുഭവങ്ങൾ പറയാനുണ്ടാകും. എല്ലാവരുടെയും അനുഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന യാഥാർത്ഥ്യങ്ങൾ സമാനമാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണത്തിന്റെ പിടച്ചിലിൽ വാവിട്ട് കരയുമ്പോഴും ഇവർക്കറിയില്ലായിരുന്നു തങ്ങളുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്ന അധികാരികളാകട്ടെ ആ പിഞ്ചു പൈതങ്ങളുടെ മരണത്തോട് കാണിച്ച നിസ്സംഗതയാണ് അതിനേക്കാൾ ഭയാനകം. ആ നിസ്സംഗതയുടെ ആരംഭം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ബാധിച്ച് വർഷം 10,000 ലോകത്ത് മരണമടയുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലാണ് മരണം കൂടുതലും. 1871 ജപ്പാനിലായിരുന്നു ഈ വൈറസ് ബാധ മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന പേര് വന്നതും. വൈറസ് ബാധ അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രം എന്ന മാരക രോഗാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. നിർത്താതെയുള്ള ഛർദി, കഠിനമായ പനി, തലചുറ്റൽ, വിശപ്പില്ലായ്മ, ചുഴലി, ഫലക്ഷയം, സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ക്രമേണ രോഗം തലച്ചോറിനെ ബാധിക്കും. അതോടെ മരണവും സംഭവിക്കും. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 മുതൽ 15 വരെയുള്ള ദിനങ്ങൾക്കിടയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. രോഗപ്രതിരോധ ശേഷി പൊതുവെ കുട്ടികൾക്ക് കുറവാണെന്നതുകൊണ്ടാണ് വൈറസിന്റെ ആക്രമണത്തിൽ കൂടുതലും കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്നത്. അതിൽ തന്നെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളിൽ കണ്ണടച്ചു തുറക്കും മുമ്പേ വൈറസ് നാശം വിധിച്ചിട്ടുണ്ടാകും. പന്നികളാണ് വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം. അതിൽ നിന്ന് കൊതുകുകളിൽ നിന്ന് മനുഷ്യനിലേക്കും വൈറസ് പടരുന്നു. എന്തുകൊണ്ട് മാൽക്കാൻഗിരി ഈ വൈറസിന്റെ പിടിയിലമർന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടത് ഇവിടത്തെ ആദിവാസി ഊരുകളിലെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ ജില്ലകളിലൊന്നാണ് മാൽക്കാൻഗിരി. ജനസംഖ്യയിൽ 80% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ആദിവാസികളുടെ ജീവിതം. കൃഷിയാണ് പ്രധാന തൊഴിൽ. അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിതം തള്ളി നീക്കുന്നു. ജീവിക്കുന്ന പരിസരങ്ങൾ അങ്ങേയറ്റം വൃത്തിഹീനമാണ്. മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുന്നതിനോ സംസ്കരിക്കുന്നതിനോ ഒരു മാർഗവുമില്ല. കിടന്നുറങ്ങുന്ന കൂരകളെല്ലാം പൊട്ടിയൊലിക്കുന്ന ഓടകൾക്ക് അരികിൽ. അതിൽ മതിച്ചു നടക്കുന്ന പന്നികളും. ड्रेन सुविधा ना 1 नंबर कथा 2 नंबर कथा कौन है आमर गाँव ना कि जुटर पानी से जमी जाऊँगी ड्रेन सुविधा ना
ഒന്നാമത്തെ പ്രശ്നം ഇവിടെ ഡ്രൈനേജ് സംവിധാനം ഇല്ല. മലിനവെള്ളം ഒഴുക്കിക്കളയാൻ ഒരിടവുമില്ല. ഇവിടെ തന്നെ കെട്ടിക്കിടക്കും. അതിൽ കൊതുകുകൾ വളരും. രാത്രി ജീവിക്കുക അസാധ്യമാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇതുപോലുള്ള രോഗങ്ങൾ പടരുന്നത്. കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യവും പരമ കഷ്ടമാണ്. കൊതുക് കടി കൊണ്ട് ഒരു രാത്രിയിലും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കാറില്ല. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ രാത്രികളിൽ 3 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടിലേക്ക് പോകാറാണ് പതിവെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു. ଏବେ ଟିକେ ଗାଁରେ ଭଲ ଗାଁରେ ସଫାସୁତୁରା ଗାଁରେ କରିବା ପାଇଁ ଟିକେ ଏବେ ମୋତେ ବର୍ତ୍ତମାନ ଟିକେ କମିଛି ଆଉ. അഴുക്കുചാൽ ഇപ്പോൾ കണ്ടതുപോലെയൊന്നുമല്ലായിരുന്നു. എല്ലാം ഞങ്ങൾ വൃത്തിയാക്കി. ഇല്ലെങ്കിൽ കൊതുകടി കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. രാത്രി പലപ്പോഴും അകലെയുള്ള കാട്ടിലേക്കാണ് പോകാറ്. പന്നികളെ ഞങ്ങൾ തന്നെ പിടികൂടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. സർക്കാർ കഴിഞ്ഞ മാസം എല്ലാവർക്കും കൊതുക് വലകൾ തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമല്ലല്ലോ ഒന്നും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വർഷം പുറത്തിറക്കിയ വാർഷിക ആരോഗ്യ സർവേ പ്രകാരം മാൽക്കാൻഗിരി ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 35% പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണ്. ഇവിടുത്തെ കുട്ടികളിൽ 29% മാത്രമേ പൂർണ്ണ പ്രതിരോധശേഷിയുള്ളൂ എന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. വൃത്തിഹീനമായ ജീവിത സാഹചര്യത്തിൽ പന്നികളിൽ നിന്നും കൊതുകുകളിൽ നിന്നും പടരുന്ന ജെഇ വൈറസ് മാൽക്കാൻഗിരിയിൽ നാശം വിതക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. വൈറസ് ബാധിച്ച് ഈ വർഷം മരിച്ച കുട്ടികളിൽ 90% 5 വയസ്സിന് താഴെയുള്ളവരാണ്. പ്രദേശത്തെ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് പോഷകാഹാരം എത്തിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും നിഷ്ക്രിയമാണ്. പൊതുവിതരണ സമ്പ്രദായം നാമമാത്രമായേ പ്രവർത്തിക്കുന്നുള്ളൂ. കുട്ടികൾക്ക് അല്പമെങ്കിലും ഭക്ഷണം ലഭിക്കുന്നത് അംഗനവാടികൾ വഴിയാണ്. അവിടെയും ഭക്ഷണത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് വലിയ പരാതികളാണ് ഉയരുന്നത്. നേരത്തെ ആഴ്ചയിൽ 1 തവണ മാത്രമായിരുന്നു പാൽ, മുട്ട പോലുള്ള പോഷകാഹാരങ്ങൾ അംഗനവാടിയിൽ വിതരണം ചെയ്തിരുന്നത്. പുതിയ സംഭവവികാസങ്ങൾക്ക് ശേഷം ഇത് ആഴ്ചയിൽ 3 തവണയാക്കിയെന്ന് മാത്രം. आज जो समस्या हुआ, ये जो जापानी बोलो कि जो शिशुओं का जो बीमार, ये सब मेरा मतलब ഈ രോഗം കുട്ടികളിൽ പെട്ടെന്ന് പടരുന്നത് അവർക്ക് പുഷ്ടി ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ ശരീരം വളരെ ദുർബലമാണ്. നേരത്തെ കാട്ടിൽ നിന്ന് തന്നെ പോഷകാംശങ്ങളുള്ള ഭക്ഷണം ധാരാളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. കൊതുകുകളെ തുരുത്താനുള്ള ചെടികളും ഉണ്ടായിരുന്നു. കാട് നശിക്കുകയാണ്. പണ്ടത്തെ പോലെ വിഭവങ്ങൾ ലഭിക്കുന്നില്ല. മാൽക്കാൻഗിരിയിലെ കുട്ടികളിൽ ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് പടരുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത് 2012-ലാണ്. അന്ന് 24 കുട്ടികളെങ്കിലും ഇതുമൂലം മരിച്ചിട്ടുണ്ട്. ഭാവിയിൽ വലിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ കുട്ടികൾക്കിടയിൽ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന ആവശ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. 2014-ൽ 34 കുട്ടികൾ മരിച്ചപ്പോഴും മരണകാരണം ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണെന്ന് സമ്മതിക്കാൻ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ തയ്യാറായില്ല. ഒടുവിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 100-ലേറെ കുട്ടികൾ കൂട്ടത്തോടെ മരിച്ചപ്പോഴാണ് പ്രതിരോധ നടപടികൾക്ക് തുടക്കമിടാൻ ഭരണകൂടം തയ്യാറായത്. 2011 में कोरकुंडा ब्लॉक का पोटरेल एक गांव है. उस गांव में दिन ब दिन कई बच्चे मरने लगे. तो उसके बारे में जब 2011 അവസാനം കോർക്കണ്ട ബ്ലോക്കിലെ ഗ്രാമത്തിൽ കുട്ടികൾ ദിനംപ്രതി മരിച്ചു വീഴുന്നതായി വാർത്തകൾ വന്നു. ഇതോടെ പ്രദേശത്തെ ദളിത് ആദിവാസി സംഘടനാ പ്രവർത്തകർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രതിഷേധിച്ചു. പക്ഷേ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ സംസ്ഥാന തലത്തിൽ നിന്ന് ചില വിദഗ്ധ സംഘം വന്നു. അവരുടെ പരിശോധനയിലാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന വൈറസ് കുട്ടികളിൽ ബാധിച്ചിരിക്കുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത്. 2012-ൽ 24 കുട്ടികൾ കൂട്ടത്തോടെ മരിച്ച സംഭവം വാർത്തയായതോടെ ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്നും കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് സംഘം മാൽക്കാൻഗിരിയിലെത്തി. അവർ ഗ്രാമങ്ങൾ സന്ദർശിച്ച് 55 കുട്ടികളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി. ഇതിൽ 11 സാമ്പിളുകളിലും ജെഇ വൈറസ് ഉണ്ടെന്ന് കണ്ടെത്തി. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും അന്ന് തന്നെ ICMR അയച്ചു കൊടുത്തിരുന്നു.
കാര്യങ്ങൾ ഗുരുതരമാണെന്നും മുഴുവൻ കുട്ടികളിലും പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്നും സംഘം ശുപാർശ ചെയ്തു. 2011 മുതൽ JE വൈറസ് പ്രതിരോധ പരിപാടികൾ രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ നടത്തിവരുന്നുണ്ട്. ICMR-ന്റെ റിപ്പോർട്ടുണ്ടായിട്ടും ഈ പദ്ധതിയിൽ മാൽക്കാൻഗിരിയെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരോ അതിനുവേണ്ടി ശുപാർശ ചെയ്യാൻ സംസ്ഥാന സർക്കാരോ തയ്യാറായില്ല. 2014 വീണ്ടും വൈറസ് ബാധയേറ്റുള്ള മരണങ്ങൾ മാൽക്കാൻഗിരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 38 കുട്ടികളെങ്കിലും അന്ന് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോഴും മരണത്തിന് കാരണം JE വൈറസ് ആണെന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്രമോ തയ്യാറായില്ല. JE വൈറസ് ബാധിച്ച കേസുകൾ കുറവാണെങ്കിലും വൈറസ് ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും വാക്സിനേഷൻ നടപ്പിലാക്കണമെന്നതാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. ഇതുപോലും പാലിക്കപ്പെട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 4 വർഷം ഭരണകൂടം നടത്തിയ അവഗണനയുടെ ഫലം മാൽക്കാൻഗിരിയിലെ ആദിവാസി കുഞ്ഞുങ്ങൾ അനുഭവിച്ചു തുടങ്ങി. സെപ്റ്റംബർ ആദ്യത്തോടെ തുടർച്ചയായ ഛർദിയും പനിയും മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുമായി കുട്ടികൾ മാൽക്കാൻഗിരി ജില്ലാ ആശുപത്രിയിലേക്ക് ഒഴുകിത്തുടങ്ങി. സെപ്റ്റംബർ 9-ന് ആദ്യത്തെ കുട്ടിയുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതോടെ അതീവ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന 12 കുട്ടികളെ 300 കിലോമീറ്റർ അപ്പുറത്തെ ബൊറംപൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇത്രയും ദൂരത്തേക്കുള്ള യാത്ര പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുട്ടികൾ. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഭൂരിഭാഗം കുട്ടികളും മരിച്ചു. ചിലർ അവിടെ എത്തി അടുത്ത ദിവസങ്ങളിലും. മാൽക്കാൻഗിരി ആശുപത്രിയിൽ ആകെയുള്ളത് ഒരേയൊരു ശിശുരോഗ വിദഗ്ധനാണ്. 40 ഡോക്ടർമാരെങ്കിലും വേണ്ട സ്ഥാനത്ത് 13 ഡോക്ടർമാരാണ് നിലവിലുള്ളത്. ആകെയുള്ള ഒരു തീവ്രപരിചരണ മുറിയിൽ ഒരേ സമയം 4 രോഗികളെ മാത്രമേ കിടത്താനാകൂ. ഗ്രാമങ്ങളോടടുപ്പിച്ചുള്ള ബ്ലോക്ക് ആശുപത്രികളിലാണെങ്കിൽ ഡോക്ടർമാരുടെ സാന്നിധ്യം തന്നെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാകാറുള്ളൂ. സെപ്റ്റംബർ പകുതിയോടെ 13 കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടും ഈ പരിമിതമായ ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ കൂടുതൽ ഡോക്ടർമാരെ അയക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. सरकार की बहाना है मेडिकल, जिस वजह की हम मैं एक इंसान है तो मैं बोल सकता हूँ मेडिकल अगर जाएंगे तो സർക്കാരിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ഗുണവുമില്ല. അവർ പറയും അവിടെ എല്ലാം ഉണ്ടെന്ന്, എന്നാൽ മരുന്നുണ്ടാകില്ല. എന്തിന് രക്തം പരിശോധിക്കാൻ പോലും പുറത്തു പോകണം. പൂർണ്ണമായ അവഗണനയാണ്. മാത്രമല്ല ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണ് കൂട്ടമരണത്തിന് കാരണമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനും സർക്കാർ സന്നദ്ധമല്ലായിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വെല്ലൂരിൽ നിന്നുള്ള ഡോക്ടർ ജേക്കബ് ജോണിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ജാപ്പാനീസ് എൻസെഫലൈറ്റിസിനെ കുറിച്ചുള്ള എല്ലാ വാദങ്ങളെയും സമിതി നിരാകരിച്ചു. മാൽക്കാൻഗിരിയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വ്യാപകമായി കാണുന്ന ബോനോ ചക്കുണ്ട എന്ന കാട്ടുപയർ ഭക്ഷിച്ചാണ് കുട്ടികൾ മരിച്ചതെന്നായിരുന്നു സമിതിയുടെ വാദം. देखिए सरकार जो आज उड़ीसा सरकार बोलती है, जो हमारा उड़ीसा में जो मालकानगिरी जिला में जो जापानी ബോണോ ചക്കുണ്ട എന്ന ഈ സാധനം ഞാൻ ചെറുപ്പം മുതൽ കഴിക്കുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുട്ടികൾ കഴിക്കാറുമുണ്ട്. ഇതൊരു പയറുവർഗ്ഗമാണ്. മാത്രമല്ല വിരയിളക്കത്തിന് നല്ലതുമാണ്. ഇതുകൊണ്ട് കുട്ടികൾ മരിക്കുമെന്ന് പറയുന്നത് വിശ്വസനീയമല്ല. വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ സർക്കാർ റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലേക്ക് കൂടുതൽ ഡോക്ടർമാരുടെ സംഘത്തെ സർക്കാർ അയച്ചു. ഗ്രാമങ്ങളിൽ അടിയന്തര ചികിത്സ എത്തിക്കാനുള്ള മൊബൈൽ യൂണിറ്റുകളും ആരംഭിച്ചു. വീടുകളിൽ കൊതുക് വലകൾ വിതരണം ചെയ്തു. 10 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളിലും വാക്സിനേഷൻ നടത്താനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കൈക്കൊണ്ടു. कुछ नहीं है, जिस इलाके में बच्चे मर रहे हैं आप लोग बोल रहे हैं मर रहे हैं, लेकिन हम बोल रहे हैं കുട്ടികൾ മരിച്ചു എന്ന് പറയും. ഞങ്ങൾ പറയുന്നത് കുട്ടികളെ കൊന്നു എന്നാണ്. ഇപ്പോഴത്തെ കളക്ടർ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ മാറിയത്. അദ്ദേഹം 4 മാസമേ ആയിട്ടുള്ളൂ ചുമതലയേറ്റിട്ട്. അദ്ദേഹം എല്ലാ വീടുകളിലും സർവേ നടത്തി. ആ വിവരം സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനും കൈമാറി. അടുത്ത ആഴ്ച മുതൽ വാക്സിനേഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒരു ജില്ലാ കളക്ടർ ഇടപെട്ടപ്പോൾ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചവർ തുടക്കത്തിൽ തന്നെ ഇതിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹത്യ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു: എന്തുകൊണ്ട് ഈ നടപടികൾ നേരത്തെ ആരംഭിച്ചില്ല? ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ബാധിച്ച ദിവസം ഒരു കുട്ടിയെങ്കിലും മാൽക്കാൻഗിരിയിൽ മരിക്കുന്നുണ്ട്. രോഗം കൂടുതൽ കുട്ടികളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം വൈകിയാണെങ്കിലും ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ എല്ലാ കുട്ടികളിലും പ്രതിരോധ കുത്തിവയ്പ് നടത്തും. പക്ഷേ ഈ നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിൽ 100-ലധികം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഒപ്പം ഈ നടപടികളുടെ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കൂ. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകേണ്ടതുണ്ട്.